നമസ്കാരം. ഇന്ന് വിഷുവാണ്. എല്ലാ പ്രേക്ഷകർക്കും 24-ന്റെ വിഷുദിനാശംസകൾ. ഒരിക്കൽ കൂടി ഇപ്പോൾ വിഷു സദ്യ കഴിക്കുന്ന തിരക്കിലാകും പ്രേക്ഷകർ. നമ്മൾ വാർത്താ സദ്യയുമായി വാർത്താ മഴയിലേക്ക് കടക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും വാർത്താ മഴയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലാണ് നമ്മൾ തുടങ്ങുന്നത്. ADGP പി വിജയന് സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ടെന്ന് വ്യാജമൊഴി നൽകിയതിൽ ADGP MR അജിത് കുമാറിനെതിരെ കേസെടുക്കാമെന്ന് DGPയുടെ ശുപാർശ. MR അജിത് കുമാറിനെതിരെ സിവിൽ ക്രിമിനൽ കേസെടുക്കാമെന്നാണ് ശുപാർശയിലുള്ളത്. എന്നാൽ MR അജിത് കുമാറിനെതിരെ മുഖ്യമന്ത്രി നടപടിയെടുക്കില്ല എന്നാണ് മുൻ MLA PV അൻവറിന്റെ പരിഹാസം. PV അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ സംസ്ഥാന പോലീസ് മേധാവി തന്നെ നടത്തിയ അന്വേഷണത്തിൽ MR അജിത് കുമാറിനെ നേരിട്ട് വിളിച്ച് മൊഴിയെടുത്തിരുന്നു. അപ്പോഴാണ് സഹപ്രവർത്തകനായ P വിജയനെതിരെ ഗുരുതര ആരോപണം അജിത് കുമാർ ഉന്നയിച്ചത്. തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന്റെ തലവനായിരുന്ന സമയത്ത് P വിജയന് സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്നും മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസ് ഇക്കാര്യം തന്നെ അറിയിച്ചിട്ടുണ്ടെന്നുമായിരുന്നു മൊഴി. എന്നാൽ ഇക്കാര്യം സുജിത് ദാസ് നിഷേധിച്ചു. അജിത് കുമാറിന്റേത് കള്ളമൊഴിയെന്ന് തെളിഞ്ഞതോടെ നിലവിൽ ഇന്റലിജൻസ് മേധാവിയായ P വിജയൻ DGPക്ക് പരാതി നൽകി. ഡിസംബറിൽ നൽകിയ പരാതി DGP അന്ന് തന്നെ മുഖ്യമന്ത്രിക്ക് കൈമാറി. ഒരു മാസത്തോളം പരാതി പിടിച്ചുവെച്ച മുഖ്യമന്ത്രി ജനുവരിയിൽ DGPയോട് ശുപാർശ തേടിയപ്പോഴാണ് വ്യാജമൊഴിയിൽ കേസെടുക്കാം എന്ന നിർദ്ദേശം ഷെയ്ഖ് ദർവേഷ് സാഹിബ് നൽകിയത്. വ്യാജമൊഴി ഒപ്പിട്ട് നൽകിയതും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ ഗുരുതര കേസിലേക്ക് വലിച്ചെടുക്കാൻ ശ്രമിച്ചതും ക്രിമിനൽ കുറ്റമെന്നാണ് DGPയുടെ റിപ്പോർട്ട്. അജിത് കുമാർ കാക്കി ധരിക്കുന്നത് പോലീസ് സേനയ്ക്ക് അപമാനമെന്ന് PV അൻവർ. MR അജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തി മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് വളരെ കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹത്തിന് 3 മക്കളാണ്. ഇത് പോറ്റുമകനാണ് MR അജിത് കുമാർ, മറ്റതൊന്ന് മരുമകനാണ്. ഇതുപോലെയുള്ള ഒരു പക്ക ക്രിമിനൽ, ആ ക്രിമിനലിനെ ഈ വേഷം ധരിപ്പിച്ച് ഇതുപോലെയുള്ള ഒരു ക്രിമിനലിനെ കൊണ്ടിരുത്തിയ ആ പോലീസിനെ തന്നെ എന്താ പറയുക, ഈ ക്രിമിനൽ വൽക്കരിച്ച ഒരു കാലഘട്ടം കേരളത്തിലുണ്ടാവില്ല. DGP റാങ്കും പോലീസ് മേധാവി കസേരയും കാത്തിരിക്കുന്ന അജിത് കുമാറിന് കേസെടുത്താൽ തിരിച്ചടിയാകും. 24 തിരുവനന്തപുരം. കണ്ണൂർ ADM ആയിരുന്ന K നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ച കുടുംബം. ഭാര്യ മഞ്ജുഷയാണ് ഹർജി നൽകിയത്. CBI അന്വേഷണ ആവശ്യം നേരത്തെ ഹൈക്കോടതി തള്ളിയിരുന്നു. CBI അന്വേഷണം വേണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയാണ് നവീൻ ബാബുവിന്റെ കുടുംബം സുപ്രീം കോടതിയെ സമീപിച്ചത്. നിലവിലെ പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമില്ല. കേസ് CBI അന്വേഷിച്ചാൽ മാത്രമേ തങ്ങൾക്ക് നീതി കിട്ടൂ എന്നാണ് കുടുംബത്തിന്റെ നിലപാട്. കേസിൽ നിയമ പോരാട്ടം തുടരുമെന്നും മഞ്ജുഷ. സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. നിയമ നടപടിയുമായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെയാണ്. പ്രധാന പ്രതികളെയെല്ലാം പോലീസ് സംരക്ഷിക്കുകയാണെന്നും കുടുംബം ആരോപിക്കുന്നു. നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണെന്ന് സംശയമുണ്ടെന്നും പോസ്റ്റ്മോർട്ടത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും കുടുംബം ഹൈക്കോടതിയിൽ വാദിച്ചിരുന്നു. കേസിൽ CBI അന്വേഷണം വേണ്ടെന്നും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം മതിയാകുമെന്നുമായിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് സ്വീകരിച്ച നിലപാട്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നിലപാട് ഡിവിഷൻ ബെഞ്ചും ശരിവച്ചിരുന്നു. 24 ഡൽഹി. ജയിൽ മോചനം കാത്ത് സൗദി അറേബ്യയിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനം വൈകും. കേസിൽ വിധി പറയുന്നത് കോടതി വീണ്ടും മാറ്റിവെച്ചു. ഇത് 11ാം തവണയാണ് കോടതി കേസ് നീട്ടിവെക്കുന്നത്. കേസ് പരിഗണിച്ചപ്പോൾ വലിയ പ്രതീക്ഷയിലായിരുന്നു അബ്ദുൾ റഹീമും കുടുംബവും നിയമസഹായ സമിതിയും. എന്നാൽ ഇത്തവണയും നിരാശ. സൗദി കോടതി കേസിൽ വിധി പറയുന്നത് നീട്ടിവെച്ചു. വ്യക്തമായ കാരണം ബോധിപ്പിക്കാതെയാണ് കേസ് വീണ്ടും മാറ്റിവെച്ചത്. ദിയാധനം സ്വീകരിച്ച് സൗദി കുടുംബം മാപ്പ് നൽകിയതോടെ കഴിഞ്ഞ ജൂലൈ 2-ന് റഹീമിന്റെ വധശിക്ഷ റദ്ദാക്കിയിരുന്നു. തടവടക്കമുള്ള ശിക്ഷകളിലും ഇളവ് ലഭിച്ചാൽ മാത്രമേ മോചനം സാധ്യമാവുകയുള്ളൂ. ഇതിന്റെ റഹീം മോചിതനായി എന്ന വാർത്ത നവമാധ്യമങ്ങളിൽ പ്രചരിച്ചത് ആശയക്കുഴപ്പമുണ്ടാക്കി. ഇത്തരം വാർത്ത ചമയ്ക്കുന്നവർക്കെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം. പല തവണകളായി കേസ് മാറ്റിവെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴൊക്കെ ഇതിൻ്റെ പിന്നിലെ ഏതോ ഒരു ഗൂഢശക്തി ഇതിനെതിരെ പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊരു സംശയം നമുക്കുണ്ട്. കാരണം ഈ വിധി കോടതിയിലെത്തുന്നതിന് മുമ്പ് തന്നെ, സിറ്റിംഗ് നടത്തുന്നതിന് മുമ്പ് തന്നെ അതിനെതിരെ വ്യാജ വാർത്തകൾ പടച്ചുണ്ടാക്കി അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുക എന്നുള്ള എന്തുദ്ദേശത്തിലാണെന്ന് മനസ്സിലായി. ഏതായാലും വളരെ ക്രൂരമാണ്. മോചനം വൈകുന്നതിൽ ആശങ്കയിലാണ് കുടുംബവും നിയമസഹായ സമിതിയും. 24 കോഴിക്കോട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മതേതര വോട്ടുകൾ CPIM-ന് നഷ്ടമാകുമെന്ന് മുൻ MLA PV അൻവർ. പിണറായിസമായിരിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ മുഖ്യ ചർച്ചയെന്നും PV അൻവർ 24-നോട് പറഞ്ഞു. അതേസമയം നിലമ്പൂരിൽ PV അൻവറിനെ ഒപ്പം നിർത്തിയാകും UDF-ന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണമെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. പ്രഖ്യാപനം വരുന്നതിനു മുൻപേ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ നിറയുകയാണ്.
LDFിനും UDFിനും എന്നതുപോലെ PV അൻവറിനും നിർണായകമാണ് തിരഞ്ഞെടുപ്പ് ഫലം. പിണറായിസമാണ് നിലമ്പൂരിൽ ചർച്ചയെന്ന് പറഞ്ഞ അൻവർ അതിന് കഴിയുന്ന സ്ഥാനാർത്ഥിയായിരിക്കണം UDF നിർത്തേണ്ടതെന്ന് 24-നോട് പറഞ്ഞു. എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു നല്ലൊരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഈ പറയുന്ന പിണറായിസത്തിനെതിരെ ഉണ്ടാവണം. അതിന് ഉതകുന്ന നല്ലൊരു സ്ഥാനാർത്ഥിയെ XOR Y, ഇനിയിപ്പോൾ തേർഡ് നോ ഇഷ്യൂസ്, പക്ഷേ അത് ഉതകുന്നതായിരിക്കണം നിലമ്പൂരിലേക്ക്. അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പാർട്ടി വോട്ടുകൾ പോലും UDFിലെത്തും. CPIഎമ്മിന് മത്സരിക്കാൻ ആളെ കിട്ടാത്ത അവസ്ഥയാണ്. തൃണമൂൽ കോൺഗ്രസിന്റെ UDF മുന്നണി പ്രവേശനം തിരഞ്ഞെടുപ്പിന് മുൻപ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അൻവർ. അതേസമയം PV അൻവറിന്റെ UDF പ്രവേശനം സംബന്ധിച്ച ചർച്ച സമയമാകുമ്പോൾ നടക്കുമെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. അൻവർ UDFിന് പിന്തുണ നൽകിയ ആളാണ്. ഇന്നലെ പ്രതിപക്ഷ നേതാവും കാര്യങ്ങൾ പറഞ്ഞതാണ്. ഞങ്ങൾ ആ പിന്തുണ സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ടായിരിക്കും നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ UDF മത്സരിക്കാൻ പോകുന്നു. ഇന്നലെ നിലമ്പൂരിൽ ചേർന്ന മുസ്ലിം ലീഗിന്റെ മണ്ഡലം കൺവെൻഷനിൽ PV അൻവർ പങ്കെടുത്തിരുന്നു. 24 മലപ്പുറം. 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ലഹരിക്കും അക്രമത്തിനുമെതിരെ നടത്തുന്ന കേരളയാത്ര പര്യടനം തുടരും. അക്രമത്തിനും ലഹരിക്കുമെതിരെ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന SKN40 കേരളയാത്ര വിഷുദിനത്തിൽ വയനാട്ടിൽ പര്യടനം തുടരുകയാണ്. സുൽത്താൻ ബത്തേരി ഗണപതിവട്ടം ക്ഷേത്ര പരിസരത്തു നിന്ന് ആരംഭിച്ച യാത്ര ബത്തേരി അസംഷൻ ഫൊറോന പള്ളിയിൽ ഉൾപ്പെടെ പര്യടനം നടത്തി. സുൽത്താൻ ബത്തേരി ഗണപതിവട്ടം ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച യാത്ര നഗരം പൂർണ്ണമായും പര്യടനം നടത്തി. അവരെ സപ്പോർട്ട് ചെയ്യണം. കാരണം ഈ ആന്റി ഡ്രഗ് ക്യാമ്പയിൻ നടത്തിയത് മാത്രം പോരാ, അവർക്ക് ഒരു സംരംഭം തുടങ്ങാനോ അല്ലെങ്കിൽ അത് മാറാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കണം. പുഴകൾ, മലകൾ, പൂവനങ്ങൾ, ഭൂമിക്കു കിട്ടിയ സ്ത്രീധനങ്ങൾ, ഇന്ത്യകൾ മന്ദാര ചാമരം വീശുന്ന ലഹരി മനുഷ്യനെയും സമൂഹത്തിനെയും എങ്ങനെ നശിപ്പിക്കുന്നു എന്ന് തുറന്നു കാട്ടുന്നതായിരുന്നു കുരുതി എന്ന നാടകം. എന്തെങ്കിലും ഇവന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെയും സമ്മർദ്ദങ്ങളെയും തരണം ചെയ്യാൻ നിങ്ങൾ എവിടെയെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? വിദ്യാഭ്യാസത്തിൽ LKG UKG തൊട്ട് നിങ്ങൾ കൊടുക്കുന്ന സമ്മർദ്ദത്തിനപ്പുറത്തോട്ട് അവരെന്ത് ശിക്ഷണമാണ് കിട്ടിയിട്ടുള്ളത്? നല്ല മനുഷ്യനായി ജീവിക്കാനുള്ള ശിക്ഷണം അവന് കിട്ടിയിട്ടുണ്ടോ? തെറ്റ് കണ്ടാൽ തിരുത്താൻ കഴിയാത്ത സാഹചര്യമല്ലേ സമൂഹത്തിലുള്ളത്? അച്ഛന് തിരുത്താൻ കഴിയില്ല, അധ്യാപകന് തിരുത്താൻ കഴിയാത്ത സംവിധാനം ഉണ്ടാക്കി വെച്ചത് ആരാണ്? ഇവന് കിട്ടേണ്ട ലഹരി, ആനന്ദ ലഹരി, സന്തോഷ ലഹരി, കുടുംബത്തിന് കിട്ടേണ്ട ലഹരിയിൽ കിട്ടാതെ പോകുമ്പോൾ അവൻ രാസലഹരിയുടെ പുറകെ പോവുകയാണ്. യുവകലാ സാഹിതിയും ഇപ്റ്റ വയനാടും ചേർന്നാണ് നാടകം ഒരുക്കിയത്. മക്കളെ ലഹരി, മക്കളെ അക്രമം, ഈ അമ്മയുടെ പ്രാർത്ഥന, ഈ അമ്മയുടെ എല്ലാം, ഈ സമൂഹത്തിന്റെ മുഴുവൻ അമ്മമാരുടെയും പ്രാർത്ഥനയാണിത്. അരുത് ലഹരി, ശരിയാണ്, അരുത് അക്രമം. ഇതൊരു ചോദ്യമാണ്. അതെ, നമ്മൾ ഒറ്റക്കെട്ടായി പറയണം, അരുത് ലഹരി, അരുത് അക്രമം, അരുത് ലഹരി, അരുത് അക്രമം. ബത്തേരി നഗരത്തിന്റെ ഭംഗി കെടാതെ കാത്തുസൂക്ഷിക്കുന്ന ശുചീകരണ തൊഴിലാളികൾക്ക് 24ന്റെ ആദരം. ലഹരിക്കെതിരെയുള്ള സൈക്ലിംഗ് അസോസിയേഷന്റെ റൈഡ് SKN ഫ്ലാഗ് ഓഫ് ചെയ്തു. നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ സന്തോഷം. ഞാനിത് ഉദ്ഘാടനം ചെയ്യുന്നു. വണ്ടി പോട്ടെ, തകർത്തോ. റെഡി, 1 2 3 സ്റ്റാർട്ട്. പോട്ടെ. അമ്പലവയൽ ലൈഫ് കെയർ വളണ്ടിയേഴ്സും ഓട്ടോ തൊഴിലാളികളും ലഹരിക്കെതിരായ പോരാട്ടത്തിൽ അണിചേർന്നു. സേവനമാണ് ലഹരി, സേവനമാണ് ലഹരി, ജീവിതമാണ് ലഹരി, ജീവിതമാണ് ലഹരി, ജീവിതമാണ് ലഹരി, ജീവിതമാണ് ലഹരി. ബത്തേരി നഗരസഭയുടെ ഹാപ്പി ഫസ്റ്റ് വേദിയിൽ നൂറുകണക്കിന് ആളുകളാണ് SKN40ക്ക് പിന്തുണ അറിയിച്ചെത്തിയത്. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ശ്രീകണ്ഠൻ സാറിനെ കൈയടിച്ച് സ്വീകരിക്കാം. അദ്ദേഹം നമ്മുടെ വേദിയിലേക്ക് അവതരിപ്പിക്കുകയാണ്. ലഹരിക്കും ആക്രമണത്തിനെതിരെ ഒരു ടീം വർക്കായിട്ട് 24 കേരളത്തെ ഉണർത്തുവാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഒരൊറ്റ MDMA വിൽപ്പനക്കാരൻ കേരളത്തിൽ ഉണ്ടാകരുത്.
എല്ലാ MDMA-കാരനും കേരളം വിട്ടു പോകണം. MDMA-കാരനും ലഹരിക്കാരനും വേര് പിടിക്കാനുള്ള മണ്ണല്ല കേരളമെന്ന് നമ്മളെല്ലാവരും 1 ലക്ഷം ആളുകൾ ഒരേ ശക്തിയോടെ വിളിച്ചു പറയും. 24 വയനാട്. ഗുജറാത്ത് തീരത്ത് 1800 കോടി രൂപ വില വരുന്ന 300 കിലോ രാസലഹരി പിടികൂടി. കോസ്റ്റ് ഗാർഡും തീവ്രവാദ വിരുദ്ധ സേനയും ചേർന്നാണ് വൻ ലഹരി വേട്ട നടത്തിയത്. കോസ്റ്റ് ഗാർഡിന്റെ കപ്പൽ കണ്ടതോടെ ലഹരി വസ്തുക്കൾ കടലിലേക്ക് തള്ളി ലഹരി സംഘം രക്ഷപ്പെട്ടു. ശനിയാഴ്ച അർദ്ധരാത്രിയാണ് ഗുജറാത്ത് തീരത്ത് അന്താരാഷ്ട്ര സമുദ്രാതിർത്തിയിൽ ലഹരിവേട്ട നടന്നത്. പാകിസ്ഥാന്റെ സമുദ്രമേഖലയിൽ നിന്ന് ലഹരി വസ്തുക്കളുമായി വരുന്ന ബോട്ടിനെക്കുറിച്ച് തീവ്രവാദ വിരുദ്ധ സേനയ്ക്ക് വിവരം ലഭിക്കുകയായിരുന്നു. പിന്നാലെയാണ് കോസ്റ്റ് ഗാർഡുമായി ചേർന്ന് തിരച്ചിൽ നടത്തിയത്. കോസ്റ്റ് ഗാർഡ് കപ്പൽ കണ്ട കള്ളക്കടത്ത് സംഘം ലഹരി വസ്തുക്കൾ കടലിലേക്ക് തള്ളി തിരികെ രക്ഷപ്പെടുകയായിരുന്നു. കോസ്റ്റ് ഗാർഡ് കപ്പലിലുണ്ടായിരുന്ന ബോട്ടുകൾ ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലിലാണ് ലഹരി വസ്തുക്കൾ വീണ്ടെടുക്കാനായത്. മെത്താഫിറ്റാമിൻ എന്ന രാസലഹരിയാണ് പ്രധാനമായും കണ്ടെടുത്തത്. 300 കിലോ തൂക്കം വരുന്ന ലഹരി വസ്തുക്കൾക്ക് ഏതാണ്ട് 1800 കോടി രൂപ വില വരും. പിടിച്ചെടുത്ത ലഹരി വസ്തുക്കൾ പിന്നാലെ പോർബന്ദർ തീരത്തേക്ക് എത്തിച്ചു. കേസ് തീവ്രവാദ വിരുദ്ധ സേന അന്വേഷിക്കും. വിവിധ സുരക്ഷാ ഏജൻസികളുടെ സംയുക്തമായ പ്രവർത്തനത്തിന്റെ വിജയമാണ് കണ്ടതെന്ന് ഗുജറാത്ത് ആഭ്യന്തരമന്ത്രി ഹർഷ് സാംഘി പറഞ്ഞു. 24 മുംബൈ. തൃശൂർ മാളയിൽ റോഡിൽ മദ്യലഹരിയിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ അഭ്യാസ പ്രകടനം. അമിത വേഗത്തിൽ പാഞ്ഞ കാർ കീഴ്മേൽ മറിഞ്ഞു. ചാലക്കുടി ഹൈവേ പോലീസിലെ ഡ്രൈവറായ അനുരാജാണ് അപകടമുണ്ടാക്കിയത്. മാള പോലീസ് അനുരാജിനെതിരെ കേസെടുത്തു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. ഇന്നലെ രാത്രിയാണ് സംഭവം. അനുരാജ് മദ്യലഹരിയിൽ അമിതവേഗത്തിൽ ഓടിച്ച കാർ സ്കൂട്ടറിലും മറ്റൊരു കാറിലും ഇടിച്ചു. ഇതിനുശേഷവും ഇയാൾ കാർ നിർത്താൻ തയ്യാറായില്ല. പിന്നാലെ മേലടൂരിൽ വെച്ച് കാർ പോസ്റ്റിലിടിച്ച് തലകീഴായി മറിഞ്ഞു. ഇതോടെ നാട്ടുകാർ അനുരാജിനെ തടഞ്ഞുവെച്ച് മാള പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. സ്ഥലത്തെത്തിയ മാള പോലീസ് അനുരാജിനെ കസ്റ്റഡിയിലെടുത്തു. ഇയാളുടെ കാറിൽ നിന്ന് മദ്യക്കുപ്പികളും കണ്ടെടുത്തു. അനുരാജിനെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് നടത്തിയ വൈദ്യപരിശോധനയിൽ മദ്യപിച്ചിരുന്നതായി കണ്ടെത്തി. ഇതോടെ മാള പോലീസ് അനുരാജിനെതിരെ മദ്യപിച്ച് വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയതിന് കേസെടുത്തു. അപകടത്തിൽ സ്കൂട്ടർ യാത്രികന് പരിക്കേറ്റിട്ടുണ്ട്. 24 തൃശൂർ. മാള പൊയ്യ തരിശു നഗറിൽ മദ്യപാനികൾ തമ്മിലുണ്ടായ തർക്കത്തിനിടെ ഒരാൾക്ക് വെട്ടേറ്റു. പൊയ്യ സ്വദേശി വിവേകിനാണ് അയൽവാസിയുടെ വെട്ടേറ്റത്. ഇന്നലെ രാത്രിയാണ് സംഭവം. വിവേകിന്റെ അയൽവാസിയാണ് ബിനീഷ്. ഇരുവരും സുഹൃത്തുക്കളോടൊപ്പം ബാറിൽ നിന്നും മദ്യം വാങ്ങി വീടിനരികിൽ വെച്ച് മദ്യപിച്ചു. ശേഷം ഇരുവരും വീട്ടിലേക്ക് വരുന്നതിനിടെ വാക്കുതർക്കമുണ്ടാവുകയായിരുന്നു. തർക്കത്തിനിടെ പ്രകോപിതനായ ബിനീഷ് തന്റെ വീട്ടിൽ നിന്നും വാക്കത്തിയെടുത്തുകൊണ്ടുവന്ന വിവേകിനെ ക്രൂരമായി വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ വിവേക് ഉടൻ അടുത്തുള്ള വല്യച്ഛന്റെ വീട്ടിലേക്ക് ഓടിക്കയറിയതിനാൽ കൂടുതൽ വെട്ടേൽക്കാതെ രക്ഷപ്പെട്ടു. വിവേകിനെ മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേഹത്തും തലയിലുമായി 35ഓളം തുന്നലുകളുണ്ട്. 24 തൃശൂർ. പുത്തൻ പ്രതീക്ഷകളെ കണി കണ്ടുണർന്ന് മറ്റൊരു വിഷു കൂടി. കാർഷിക സമൃദ്ധിയുടെ ഓർമ്മ പുതുക്കി മലയാളികൾക്ക് ഇന്ന് വിഷു. കണിയും കൈനീട്ടവും സദ്യയുമായി വിഷു ആഘോഷിക്കുകയാണ് മലയാളികൾ. വിഷുക്കണി ദർശിക്കാൻ ക്ഷേത്രങ്ങളിൽ വൻ തിരക്കായിരുന്നു. രാപ്പകലുകൾ തുല്യമായ അപൂർവ ദിനം. ഐശ്വര്യത്തിന്റെയും പ്രതീക്ഷയുടെയും ഉത്സവത്തെ കണിയൊരുക്കിയും കൈനീട്ടം നൽകിയും മലയാളികൾ വരവേറ്റു. വിഷുക്കണി ദർശനത്തിനായി വിവിധ ക്ഷേത്രങ്ങളിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. വിഷുപ്പുലരിയിൽ ഗുരുവായൂരിൽ കണ്ണനെ കണി കാണാൻ 10,000 എത്തി. പുലർച്ചെ 2:45 മുതൽ 3:45 വരെയായിരുന്നു വിഷുക്കണി ദർശനം. ശബരിമലയിലും വിഷുക്കണി ദർശിക്കാൻ ആയിരക്കണക്കിന് ഭക്തരാണ് എത്തിയത്. രാവിലെ 4 മണി മുതൽ 7 മണി വരെയായിരുന്നു വിഷുക്കണി ദർശനം. ഭക്തർക്ക് വിഷുക്കൈനീട്ടമായി അയ്യപ്പ ചിത്രം ആലേഖനം ചെയ്ത സ്വർണ്ണ ലോക്കറ്റ് ദേവസ്വം ബോർഡ് പുറത്തിറക്കി. തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലും എറണാകുളം തൃക്കാക്കര വാമനമൂർത്തി നടയിലും തിരക്കൊട്ടും കുറഞ്ഞില്ല. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനെ കണി കാണാനെത്തിയതും ആയിരങ്ങൾ.
ആറന്മുളയിൽ ശ്രീലകത്തൊരുക്കിയ വിശേഷാൽ കണി കണ്ട പാർത്ഥസാരഥിയെ തൊഴാനും നിരവധി പേർ. കേരളത്തിന് പുറത്തുള്ള ക്ഷേത്രങ്ങളിലും വിഷുദിനത്തിൽ വലിയ തിരക്ക്. വിഷുക്കണി കണ്ട് കൈനീട്ടം വാങ്ങി ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞു. ഇനി സദ്യവട്ടങ്ങൾക്കുള്ള ഒരുക്കങ്ങളാണ്. വിഭവ സമൃദ്ധമായ വിഷുസദ്യ. വിവിധ ബ്യൂറോകളുടെ സഹായത്തോടെ തിരുവാറന്മുള പാർത്ഥസാരഥി ക്ഷേത്ര സന്നിധിയിൽ നിന്നും ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24. ഇനി ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. മറ്റുള്ളവർ ചെയ്ത തെറ്റിനാണ് തന്നെ പ്രതിയാക്കിയത് എന്ന ന്യായീകരണവുമായി 10ാം ക്ലാസ് ചോദ്യപേപ്പർ ചോർച്ച കേസിലെ മുഖ്യപ്രതിയും യൂട്യൂബ് ചാനൽ ഉടമയുമായ മുഹമ്മദ് ഷുഹൈബ് തന്റെ കാർ സുഹൃത്തോടിച്ച് അപകടമുണ്ടാക്കിയാൽ തന്നെയും പ്രതി ചേർക്കുമെന്നും ചോദ്യപേപ്പർ ചോർച്ചയിൽ തന്നെ പ്രതി ചേർത്തത് അങ്ങനെ കണ്ടാൽ മതിയെന്നുമാണ് വാദം. യൂട്യൂബിൽ പങ്കുവച്ച വീഡിയോയിലാണ് മുഹമ്മദ് ഷുഹൈബിന്റെ ന്യായീകരണം. ചോദ്യപേപ്പർ ചോർച്ച കേസിൽ MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബ് അടക്കം 4 പേരുടെ അറസ്റ്റ് ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിരുന്നു. ഏറെ സമയം ചോദ്യം ചെയ്യുകയും ചെയ്തു. പിന്നാലെ ഇവർക്ക് ജാമ്യം അനുവദിച്ചിരുന്നു. വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായാണ് MS സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിലൂടെ വിശദീകരണം പുറത്തുവരുന്നത്. ചോദ്യപേപ്പർ ചോർച്ച കേസിൽ പങ്കില്ലെന്ന ന്യായീകരണമാണ് മുഹമ്മദ് ഷുഹൈബിന്റേത്. എൻ്റെ സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്ത എൻ്റെ സ്വന്തം കാറ് ഒരു സുഹൃത്ത് വന്ന് ചോദിക്കുകയും ആ സുഹൃത്തിന് ഞാൻ തിരിച്ചുകൊണ്ടത് നൽകുകയും അയാൾ അത് കൊണ്ടുപോകുന്ന സമയത്ത് അപകടം സംഭവിക്കുകയും ഒരാൾ ആ അപകടത്തിൽ മരണപ്പെടുകയും ചെയ്തു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അങ്ങനെ വരാതിരിക്കട്ടെ. ആ കാറ് തിരിച്ചു നൽകുകയും സുഹൃത്ത് പോവുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും ഒരു പോലീസ് കേസെടുക്കുമ്പോൾ ആ കാറിൻ്റെ ഉടമസ്ഥനാരായിരിക്കും, അതിൻ്റെ ഒരു പ്രതിയായിരിക്കും. ഇത് തന്നെയാണ് എനിക്ക് എന്നെക്കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത്. മറ്റൊരാൾ ചെയ്ത കുറ്റത്തിന് തന്നെ ശിക്ഷിച്ചു എന്ന് പറയുന്ന വീഡിയോയിൽ ചോദ്യപേപ്പർ ചോർച്ചയിൽ കൃത്യമായ വിശദീകരണം നൽകുന്നില്ല. 13 മിനിറ്റ് വീഡിയോയിൽ വിദ്യാർത്ഥികൾക്കായി വീണ്ടും ട്യൂഷൻ ക്ലാസുകൾ ആരംഭിക്കുമെന്നും പ്രഖ്യാപിക്കുന്നുണ്ട്. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. തിരികെ വാർത്താ മഴയിലേക്ക്. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെയുള്ള പ്രതിഷേധം കലാപമായി മാറിയ പശ്ചിമബംഗാളിലെ മുർഷിദാബാദ് തിരികെ സമാധാനത്തിലേക്ക്. കലാപം ആസൂത്രിതമെന്നും SDPIക്ക് ഇതിൽ പങ്കുണ്ടെന്നുമാണ് പോലീസ് കണ്ടെത്തൽ. പ്രശ്നബാധിത മേഖലകളിൽ ജാഗ്രത തുടരുകയാണ്. വഖഫ് നിയമ ഭേദഗതിയുടെ പേരിൽ പശ്ചിമബംഗാളിലെ മുർഷിദാബാദിലുണ്ടായ കലാപത്തിന്റെ പേരിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുന്നതിനിടെയാണ് സംഘർഷത്തിനു പിന്നിൽ SDPI ആണെന്ന ബംഗാൾ പോലീസിന്റെ നിർണായക കണ്ടെത്തൽ. മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാനാണ് പുതിയ നിയമത്തിലൂടെ കേന്ദ്രം ശ്രമിക്കുന്നതെന്ന് SDPI പ്രദേശത്ത് വ്യാപകമായി പ്രചാരണം നടത്തിയിരുന്നു. വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കായി വിശ്വാസികൾ ഒത്തുകൂടുന്ന അവസരത്തിൽ SDPI ആസൂത്രിതമായി പ്രകോപനം ഉണ്ടാക്കുകയായിരുന്നു എന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായത്. കലാപത്തിൽ കൊല്ലപ്പെട്ട ഇജാസ് അഹമ്മദിന്റെ കുടുംബാംഗങ്ങൾ പ്രദേശത്ത് SDPI പ്രകോപനപരമായ പ്രചരണം നടത്തുന്നുണ്ടെന്ന് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ബംഗ്ലാദേശ് അതിർത്തിയോട് ചേർന്നുള്ള മുർഷിദാബാദിൽ SDPIക്ക് ശക്തമായ സാന്നിധ്യമുണ്ട്. നിലവിൽ പ്രദേശത്ത് സ്ഥിതിഗതികൾ ശാന്തമാണെന്ന് BSF അറിയിച്ചു. എന്നാൽ അതീവ ജാഗ്രതയിലാണ് മേഖല. പ്രദേശത്ത് ഇന്റർനെറ്റ് നിരോധനവും കർഫ്യൂവും തുടരുകയാണ്. മുർഷിദാബാദിലെ ദുലിയയിലുണ്ടായ കലാപത്തിൽ 3 പേർ കൊല്ലപ്പെടുകയും 60ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ 160ഓളം പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രദേശത്ത് നിന്നും ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട 400ഓളം പേരെ മാറ്റിപ്പാർപ്പിച്ചതായി ബംഗാൾ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി ആരോപിച്ചു. 24 ഡൽഹി. 13,500 കോടി രൂപയുടെ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിന് പിന്നാലെ രാജ്യം വിട്ട വജ്രവ്യാപാരി മെഹുൽ ചോക്സി ബെൽജിയത്തിൽ അറസ്റ്റിൽ. മെഹുൽ ചോക്സിയെ കൈമാറണമെന്നാവശ്യപ്പെട്ടുള്ള ഇന്ത്യൻ നയതന്ത്ര ഇടപെടലിലാണ് ബെൽജിയം പോലീസിന്റെ നടപടി. ചോക്സിയെ തിരികെ എത്തിക്കാൻ ഇന്ത്യ നീക്കങ്ങൾ തുടങ്ങി. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് 13,500 കോടി രൂപ വായ്പയെടുത്ത് തട്ടിപ്പ് നടത്തി രാജ്യം വിട്ട സാമ്പത്തിക കുറ്റവാളി മെഹുൽ ചോക്സിയെ ഇന്ത്യൻ അന്വേഷണ ഏജൻസികളുടെ നിർദ്ദേശപ്രകാരമാണ് അറസ്റ്റ് ചെയ്തത്. ചോക്സിക്കെതിരെ മുംബൈ കോടതിയുടെ ജാമ്യമില്ലാ അറസ്റ്റ് വാറണ്ട് നിലവിലുണ്ട്. 2017 ആന്റിഗോ ആൻഡ് ബാർബുഡ പൗരത്വം സ്വന്തമാക്കിയ ചോക്സി രക്താർബുദ ചികിത്സയ്ക്കായാണ് ഭാര്യ പ്രീതി ചോക്സിക്കൊപ്പം ബെൽജിയത്തിലെത്തിയത്. ഇന്ത്യൻ ആന്റിഗോ ആൻഡ് ബാർബുഡ പൗരത്വങ്ങൾ മറച്ചുവെച്ചാണ് മെഹുൽ ചോക്സി ബെൽജിയത്തിൽ താമസ പെർമിറ്റ് സ്വന്തമാക്കിയത് എന്നാണ് വിവരം. ചോക്സിയെ തിരികെ കൊണ്ടുവരാൻ CBIയും EDയും നീക്കങ്ങൾ ആരംഭിച്ചു. ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിനാൽ തനിക്ക് യാത്ര ചെയ്യാനാകില്ലെന്നും ഇന്ത്യക്ക് കൈമാറരുതെന്നും ആവശ്യപ്പെട്ട് ചോക്സിയും നിയമ നടപടികൾ ആരംഭിച്ചതായാണ് സൂചന. തനിക്കെതിരായ ഇന്റർപോളിന്റെ റെഡ് കോർണർ നോട്ടീസ് നിയമ പോരാട്ടത്തിലൂടെ പിൻവലിപ്പിക്കാനും മെഹുൽ ചോക്സിക്ക് കഴിഞ്ഞിരുന്നു. 24 ഡൽഹി.
മുംബൈ ഭീകരാക്രമണത്തിന് മുഖ്യപ്രതിയും സൂത്രധാരനുമായ തഹാവൂർ റാണയ്ക്ക് അധോലോക കുറ്റവാളി ദാവൂദ് ഇബ്രാഹിമിന്റെ സഹായം ലഭിച്ചോ എന്ന് പരിശോധിക്കാൻ ദേശീയ അന്വേഷണ ഏജൻസി. ദുബായിലെത്തിയ തഹാവൂർ റാണ കണ്ടത് ഡി കമ്പനിയുമായി ബന്ധമുള്ള ആളെ എന്നാണ് സംശയം. ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് തഹാവൂർ റാണ സഹകരിക്കുന്നില്ലെന്നാണ് NIA അറിയിച്ചത്. മുംബൈ ഭീകരാക്രമണത്തിന് മുന്നോടിയായി ദുബായിലെത്തിയ തഹാവൂർ റാണ ഒരു വ്യക്തിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. റാണ കൂടിക്കാഴ്ച നടത്തിയ വ്യക്തിക്ക് ദാവൂദ് ഇബ്രാഹിമിന്റെ ഡി കമ്പനിയുമായി ബന്ധമുള്ളതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചതായാണ് സൂചന. ആക്രമണത്തിൽ ദാവൂദ് ഇബ്രാഹിമിന്റെ പങ്കും പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. റാണയുടെ കൊച്ചി സന്ദർശനത്തിൽ ഡി കമ്പനിയുടെ പങ്കിനെക്കുറിച്ചും അന്വേഷണ സംഘം പരിശോധിക്കും. ഇന്ത്യയിലെത്തിയ തഹാവൂർ റാണ ബന്ധപ്പെട്ടതായി കണ്ടെത്തിയ ആളുകൾ നിരീക്ഷണത്തിലാണ്. NIA ആസ്ഥാനത്തെ പ്രത്യേക സെല്ലിൽ കഴിയുന്ന റാണ ആവശ്യപ്പെട്ടതനുസരിച്ച് പേനയും പേപ്പറും അന്വേഷണ സംഘം നൽകിയിട്ടുണ്ട്. അതേസമയം ഭീകരവാദവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് തഹാവൂർ റാണ സഹകരിക്കുന്നില്ലെന്നാണ് NIA വ്യക്തമാക്കുന്നത്. വിനീത VG 24 ഡൽഹി. ഇന്ത്യൻ വ്യോമസേനാ വിമാനത്തിന് നേരെ സൈബർ ആക്രമണമുണ്ടായെന്ന റിപ്പോർട്ട്. GPS സ്പൂഫിംഗിലൂടെ വിമാനത്തിന്റെ ലക്ഷ്യം തെറ്റിക്കാൻ ശ്രമം നടന്നു. സംഭവത്തിൽ പ്രതിരോധ വിഭാഗം അന്വേഷണം തുടങ്ങി. ഭൂകമ്പം ബാധിച്ച മ്യാൻമറിലെ രക്ഷാദൌത്യമായ ഓപ്പറേഷൻ ബ്രഹ്മയ്ക്കിടെയാണ് ഇന്ത്യൻ വ്യോമസേനാ വിമാനത്തിന് നേരെ സൈബർ ആക്രമണമുണ്ടായത്. വ്യോമസേനയുടെ C-130J ഹെർക്കുലീസ് വിമാനത്തെ ലക്ഷ്യമിട്ടാണ് GPS സ്പൂഫിംഗ് ആക്രമണം നടന്നത്. ആക്രമണം തത്സമയ കോർഡിനേറ്ററുകളെ മാറ്റിമറിക്കുകയും പറക്കലിനിടെ വിമാനത്തിന്റെ നാവിഗേഷൻ സംവിധാനത്തെ ആശയക്കുഴപ്പത്തിലാക്കുകയും ചെയ്തു. അപകടം തിരിച്ചറിഞ്ഞ വ്യോമസേനാ പൈലറ്റുമാർ ഉടൻ തന്നെ ഇന്റേണൽ നാവിഗേഷൻ സിസ്റ്റത്തിലേക്ക് മാറിയതായി പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു. സൈബർ ആക്രമണത്തിന് പിന്നിൽ ആരാണെന്ന് വ്യക്തമായിട്ടില്ല. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിക്ക് സമീപം സ്പൂഫിംഗ് സംഭവങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 1.5 വർഷത്തിനിടെ അമൃത്സറിനും ജമ്മുവിനും സമീപം ഇത്തരത്തിലുള്ള 465 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ രക്ഷാദൌത്യത്തിനിടെയുണ്ടായ ആക്രമണത്തെ ഗൗരവത്തോടെയാണ് പ്രതിരോധ മന്ത്രാലയം കാണുന്നത്. 24 ഡൽഹി. നടൻ സൽമാൻ ഖാന് വീണ്ടും വധഭീഷണി. കാർ ബോംബ് വെച്ച് തകർക്കുമെന്നും വീട് ആക്രമിക്കും എന്നുമാണ് ഭീഷണി. ഗതാഗത വകുപ്പിന്റെ വാട്സാപ്പ് നമ്പറിലേക്കാണ് സന്ദേശം എത്തിയത്. വർളിയിലെ ഓഫീസിൽ ലഭിച്ച സന്ദേശത്തെക്കുറിച്ച് ഗതാഗത വകുപ്പ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ലോറൻസ് ബിഷ്ണോയ് സംഘത്തിന്റെ വധഭീഷണി നിലനിൽക്കുന്നതിനാൽ കനത്ത സുരക്ഷയിലാണ് സൽമാൻ ഖാൻ. ലാറ്റിൻ അമേരിക്കൻ സാഹിത്യ കുലപതി മാരിയോ വർഗാസ് യോസയ്ക്ക് വിട. പെറുവിയൻ തലസ്ഥാനമായ ലിമയിലായിരുന്നു അന്ത്യം. 89 വയസ്സായിരുന്നു. 2010 സാഹിത്യ നൊബേൽ ജേതാവാണ്. ലാറ്റിൻ അമേരിക്കൻ സാഹിത്യത്തിന്റെ വശ്യമാന്ത്രികത, അതിശക്തമായ സാമൂഹിക വ്യാഖ്യാന പ്രതിബദ്ധത, ചരിത്രാന്വേഷണം, സമയകാലങ്ങൾ ചാടിമറിഞ്ഞുള്ള എഴുത്തുരീതി, രചനാ സങ്കേതത്തിന്റെ തീഷ്ണത, അതായിരുന്നു സ്പാനിഷ് പെറൂവിയൻ സാഹിത്യ ഇതിഹാസം മാരിയോ വർഗാസ് യോസ. ഹാസ്യം, കൊലപാതക രഹസ്യം, രാഷ്ട്രീയം എല്ലാം യോസയുടെ കൃതികൾക്ക് ഇതിവൃത്തമായി. ആദ്യ നോവൽ ദ ടൈം ഓഫ് ദ ഹീറോ കൈകാര്യം ചെയ്തത് ലിമയിലെ സൈനിക സ്കൂൾ വിദ്യാർത്ഥികളുടെ പച്ചയായ ജീവിതാവസ്ഥകൾ. മാരിയോ വർഗാസ് യോസയുടെ മാസ്റ്റർ പീസ് ഏതെന്ന് ചോദിച്ചാൽ ഭൂരിപക്ഷം ആസ്വാദകരും പറയും ദ ഗ്രീൻ ഹൗസ്. ഗബ്രിയേൽ ഗാർസിയ മാർക്യൂസിനും ജൂലിയോ കോർട്ടസാറിനുമൊപ്പം യോസയെ പ്രതിഷ്ഠിച്ച അതിമനോഹര കഥ. പിയൂറ എന്ന നഗരത്തിലെ വേശ്യാലയം കേന്ദ്രീകരിച്ചുള്ള കഥാകഥനം. വായനക്കാർക്ക് നവ്യാനുഭവം. 2010 സാഹിത്യത്തിനുള്ള നൊബേൽ പ്രൈസ്. 1990 പെറൂവിയൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ആൽബർട്ടോ ഫിജിമോറിയോട് ദയനീയ തോൽവി. കമ്മ്യൂണിസ്റ്റ് ഭരണങ്ങളോടുള്ള സന്ധിയില്ലാ സമരം. ഒപ്പം അധ്യാപന വൃത്തിയും. രണ്ടാനമ്മയ്ക്ക് സ്തുതി, കോൺവെർസേഷൻ ഇൻ കത്തീഡ്രൽ, അങ്ങനെ എവർഗ്രീൻ ക്ലാസിക്കുകളുടെ സൃഷ്ടാവ്. ലാറ്റിൻ അമേരിക്കൻ ബൂം എന്ന സാഹിത്യ പ്രതിഭാസത്തിന്റെ അവസാന കണ്ണി മാരിയോ വർഗാസ് യോസ തന്റെ 89-ാം വയസ്സിൽ വിടവാങ്ങുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് സാഹിത്യത്തെ വിശ്വമനോഹരമാക്കിയ കഥാകുലപതിയെ. യു പ്രദീപ്, റിസർച്ച് ഡെസ്ക്, 24. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപ്പന്തലിൽ വിഷുക്കണിയൊരുക്കി രാപ്പകൽ സമരം തുടർന്ന് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ. സ്വന്തം ചോര കൊണ്ടെഴുതിയ പ്ലക്കാർഡ് ഉയർത്തിയാണ് വനിതാ CPI ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധിച്ചത്. പ്രതീക്ഷയുടെ വിഷിപ്പുലരിയിൽ വേദനയുടെ കണിയൊരുക്കി ആശമാർ.
അല്ലലില്ലാതെ മുന്നോട്ട് പോകുന്നതിന് ന്യായമായ വേതനം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സമരപ്പന്തലിൽ കണിയൊരുക്കിയത്. വിഷമമുണ്ടെങ്കിലും അതിൽ കൂടുതൽ സന്തോഷമുണ്ട്. നമ്മുടെ സഹോദരങ്ങളെല്ലാം ചേർന്ന് ഇവിടെ വെച്ച് വിഷു ആഘോഷിച്ചപ്പോഴത്തേക്ക്. പക്ഷേ ഞങ്ങളുടെ ഈ 64 ദിവസമായിട്ട് ഞങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണാത്തതുകൊണ്ട് അതീവ ദുഃഖമുണ്ട്. ഇനിയെങ്കിലും നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ഒരു കണ്ടെങ്കിലും ഞങ്ങളെ ഒന്ന് ഇവിടെ ഈ സമരപന്തലിൽ നിന്ന് ഞങ്ങളെ വീടുകളിൽ പോവാൻ ഞങ്ങളെ പൂർണ്ണമായും മന്ത്രി മാത്രം വിചാരിച്ചാലേ നടക്കൂ. ഓണറേറിയം വർധനവടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ട് ആശമാർ നടത്തുന്ന രാപ്പകൽ സമരം ഇന്ന് 64-ാം ദിവസം പിന്നിടുകയാണ്. സമരം കൂടുതൽ ശക്തമാക്കാനാണ് ആശമാരുടെ തീരുമാനം. ഓണറേറിയം കൂട്ടി നൽകാൻ തയ്യാറായ തദ്ദേശ സ്ഥാപന ഭരണാധികാരികൾക്ക് ഏപ്രിൽ 21-ന് ആദരമർപ്പിക്കാൻ സമരസമിതി തീരുമാനിച്ചിട്ടുണ്ട്. അതിനിടെ സമരപ്പന്തലിൽ വിഷുക്കണി ഒരുക്കിയ വനിതാ CPO ഉദ്യോഗാർത്ഥികൾ ചോരയിൽ എഴുതിയ പ്ലക്കാർഡ് ഉയർത്തി പ്രതിഷേധിച്ചു. റാങ്ക് ലിസ്റ്റ് ശനിയാഴ്ചയാണ് അവസാനിക്കുന്നത്. അതിനു മുൻപ് സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം. 24 തിരുവനന്തപുരം. അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി യുവാവിന് ദാരുണാന്ത്യം. അടിച്ചിൽ തൊട്ടി ആദിവാസി ഉന്നതിയിലെ 20 വയസ്സുള്ള സെബാസ്റ്റ്യനാണ് കൊല്ലപ്പെട്ടത്. 5 ലക്ഷം രൂപ അടിയന്തര ധനസഹായം നൽകുമെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. ഇന്നലെ രാത്രി 10 മണിയോടെ അതിരപ്പള്ളിക്കും മലക്കപ്പാറയ്ക്കുമിടയിൽ അടിച്ചിൽ തൊട്ടി ഉന്നതിക്ക് സമീപം വനാതിർത്തിയിലാണ് കാട്ടാന ആക്രമണം. പ്രദേശവാസികളായ സെബാസ്റ്റ്യനും 2 സുഹൃത്തുക്കളും വനത്തിനുള്ളിൽ തേൻ ശേഖരിക്കാൻ പോവുകയായിരുന്നു. മൂവരും വനാതിർത്തിയിൽ കാട്ടാനയ്ക്ക് മുന്നിൽ അകപ്പെട്ടു. ഇതോടെ സെബാസ്റ്റ്യനും ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളും ചേർന്ന് ആനയെ തുരത്താൻ ശ്രമിച്ചു. ഇതിനിടെ ആന തിരിഞ്ഞ് സെബാസ്റ്റ്യന്റെ അടുത്തേക്ക് ഓടിയെത്തി തുമ്പിക്കൈ കൊണ്ട് എടുത്തെറിഞ്ഞു. ഇന്നലെ നടന്ന തേനെടുക്കാൻ പോയ സമയത്താണ് ഒരു 3 പേര് രാത്രി ഓരോ 9:45 സമയമൊക്കെയാണ് ഇത് സംഭവം. കോളനി തൊട്ടടുത്താണ്. ഇവരെതിരെ രാത്രി തേനടക്കം പോയി. ആദിവാസികൾക്ക് ഇപ്പോൾ തേനിന് ശേഷമാണ്. അതുകൊണ്ട് എല്ലാ ആദിവാസികളും ഇങ്ങനെ തേനടക്കം പോകും. ഇങ്ങനെ വഴിയിൽ വെച്ച് ആന തട്ടി. പിന്നീട് ആനയിനെ ഒച്ച കേട്ടപ്പോൾ കോളനിക്കാരെല്ലാവരും പോയി രാത്രി ചവിട്ടി തിരുമ്പി കാല് എല്ലുന്ന പൊട്ടി. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസും വനം വകുപ്പും രാത്രിയിൽ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. നിരന്തരം വന്യജീവി ആക്രമണം നേരിടുന്ന പ്രദേശമാണ് അതിരപ്പള്ളി മേഖല. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. അടിയന്തര ധനസഹായമായി സെബാസ്റ്റ്യന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ കൈമാറാനുള്ള നടപടി ജില്ലാ ഭരണകൂടം ആരംഭിച്ചു. 24 തൃശൂർ. അഴിമുഖം മണൽ മൂടിയടഞ്ഞ മുതലപ്പുഴയിൽ ഇടപെടലുമായി സർക്കാർ. ഉപജീവനം മുടങ്ങാതിരിക്കാൻ മത്സ്യത്തൊഴിലാളികളെ കൊല്ലത്തേക്ക് ജോലിക്കായി മാറ്റാൻ നീക്കമുണ്ട്. പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളുമായി ചർച്ച ചെയ്ത ശേഷമാകും അന്തിമ തീരുമാനം. മുതലപ്പുഴയിൽ അഴിമുഖം പൂർണ്ണമായി മണൽ മൂടി മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇതോടെ ഉപജീവനം മുടങ്ങിയ മത്സ്യത്തൊഴിലാളികളെ ജോലിക്കായി പുനരധിവസിപ്പിക്കാനാണ് സർക്കാർ നീക്കം. സർക്കാർ തലത്തിൽ തിരക്കിട്ട ചർച്ചകൾ പുരോഗമിക്കുന്നു. ജോലിക്കായി കൊല്ലത്തെ വിവിധ ഹാർബറുകൾ അനുവദിക്കാനാണ് ശ്രമം. കൊല്ലം, ജോനകപ്പുറം, തങ്കശ്ശേരി ഹാർബറുകൾ ഇതിനായി സർക്കാർ പരിഗണനയിലാണ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലാ കളക്ടർമാർക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകി. ഫിഷറീസ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഇന്നലെ കളക്ടർമാർ യോഗം ചേർന്നു. പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളുമായി സംസാരിച്ച ശേഷമാകും അന്തിമ തീരുമാനം. 2 ആഴ്ചയ്ക്കുള്ളിൽ മണൽ പൂർണ്ണമായി നീക്കം ചെയ്ത് പൊഴി വീണ്ടെടുക്കാനാണ് സർക്കാർ ശ്രമം. കുടുംബങ്ങളെ കൂട്ടത്തോടെ മറ്റൊരിടത്തേക്ക് മാറ്റുന്നത് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നില്ല. ടൺ കണക്കിന് മണലടിഞ്ഞാണ് മുതലപ്പൊഴി പൂർണ്ണമായി മൂടിയത്. ഡ്രഡ്ജറുകൾ കാര്യക്ഷമമായി പ്രവർത്തിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. 24 തിരുവനന്തപുരം. മലപ്പുറം പെരിന്തൽമണ്ണയിൽ യുവാവ് കുത്തേറ്റ് കൊല്ലപ്പെട്ടു. ആലിപ്പറമ്പ് പുത്തൻവീട്ടിൽ സുരേഷ് ബാബുവാണ് മരിച്ചത്. ബന്ധുവും അയൽവാസിയുമായ സത്യനാരായണനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ രാത്രി 10:30ഓടെയാണ് സംഭവം. സുരേഷ് ബാബുവും സത്യനാരായണനും ബന്ധുക്കളും ചെറുപ്പം മുതൽ പരിചയമുള്ളവരുമാണ്. ഇവർ തമ്മിൽ ദീർഘകാലമായി വഴക്കുമുണ്ടായിരുന്നു. ഇതിലെ വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. സുരേഷ് ബാബുവിന്റെ വീടിന്റെ മുറ്റത്ത് വെച്ച് വഴക്കിനിടെ സത്യനാരായണൻ കത്തിയെടുത്ത് കുത്തുകയായിരുന്നു. ഇവർ തമ്മിൽ പണ്ട് മുതലേ ഉള്ള ഒരു ക്ലാസ്മേറ്റുകളാണ്, കുടുംബമാണ്. മദ്യപാനം ഒരു തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന സംഭവമാണ്. ഇന്നലെ രാവിലെ മുതലേ ഒരു എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ അതിൽ പെട്ടെന്നുണ്ടായൊരു വൈരാഗ്യമാണ്. 3 വർഷങ്ങൾക്ക് മുൻപ് മദ്യപിച്ച് ആക്രമിച്ചെന്ന കേസിൽ ഇയാൾക്കെതിരെ പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്തിട്ടുണ്ട്.
കസ്റ്റഡിയിലുള്ള സത്യനാരായണന്റെ അറസ്റ്റ് പെരിന്തൽമണ്ണ പോലീസ് ഉടൻ രേഖപ്പെടുത്തും. 24 മലപ്പുറം. മറ്റൊരു കൊലപാതക വാർത്ത വരുന്നത് പത്തനംതിട്ടയിൽ നിന്നാണ്. തിരുവല്ലയിൽ അയൽവാസിയുടെ കുത്തേറ്റ് യുവാവ് മരിച്ചു. ഈസ്റ്റ് ഓതറ സ്വദേശി മനോജാണ് മരിച്ചത്. ബന്ധുവും അയൽവാസിയുമായ രാജനെ പോലീസ് പിടികൂടി. ഇന്നലെ രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. ലൈഫ് പദ്ധതിയിൽ അനുവദിച്ച പണം മനോജിന്റെ മകൻ കൈക്കലാക്കിയതിനെ സംബന്ധിച്ച് മനോജും രാജനും തമ്മിൽ തർക്കം നിലനിന്നിരുന്നു. മനോജിന്റെ ബന്ധുവായ രതീഷിന്റെ വളർത്തുനായയെ രാജന്റെ വീട്ടുകാർ കല്ലെറിഞ്ഞെന്നാരോപിച്ചാണ് ഇന്നലത്തെ തർക്കം തുടങ്ങിയത്. ഇത് ചോദിച്ച് രാജന്റെ വീട്ടിൽ ചെന്ന മനോജും രതീഷും രാജനെ മർദ്ദിച്ചു. പിന്നാലെ രാജൻ പേനാക്കത്തി ഉപയോഗിച്ച് മനോജിനെ കുത്തുകയായിരുന്നു. ഇടതു നെഞ്ചിനും വയറ്റിനും കുത്തേറ്റ മനോജ് ഉടൻ തന്നെ കുഴിഞ്ഞു വീണ് മരിച്ചു. രതീഷിനും കുത്തേറ്റിട്ടുണ്ട്. തലയിൽ പരിക്കേറ്റ പ്രതിയായ രാജനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുവല്ല പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. 24 പത്തനംതിട്ട. കൊല്ലത്ത് വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ മുൻ സീനിയർ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് PG മനുവിന്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് എറണാകുളം പിറവത്തെ വീട്ടുവളപ്പിൽ വൈകിട്ട് 5 മണിക്കാണ് സംസ്കാരം. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു മനുവിന്റെ പോസ്റ്റ്മോർട്ടം നടന്നത്. നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. മനു ആത്മഹത്യ ചെയ്ത കൊല്ലം ആനന്ദവല്ലീശ്വരത്തെ വാടക വീട്ടിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ ആത്മഹത്യാക്കുറിപ്പൊന്നും കണ്ടെത്താനായിട്ടില്ലെന്നാണ് വിവരം. മനുവിന്റെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. നിയമസഹായം തേടിയെത്തിയ യുവതിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയായ മനു ജാമ്യത്തിൽ കഴിയവെയാണ് ഇന്നലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സമാനമായ മറ്റൊരു ലൈംഗികാരോപണത്തിൽ പരാതിക്കാരിയോട് മാപ്പ് പറയുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. ഇതിൽ മാനസിക സമ്മർദ്ദം ജൂനിയർ അഭിഭാഷകരോട് പങ്കുവച്ചിരുന്നു. ഇതാകാം ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് നിഗമനം. ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ പ്രതിഭാഗം അഭിഭാഷകനായ BA ആളൂരിനൊപ്പം പ്രവർത്തിക്കുകയായിരുന്ന മനു ഈ കേസിന്റെ ആവശ്യങ്ങൾക്കായാണ് ആനന്ദവല്ലീശ്വരത്ത് വീട് വാടകയ്ക്കെടുത്തത്. 24 കൊല്ലം. തിരികെ വാർത്താമഴയിലേക്ക്. പുതിയ വഖഫ് നിയമ ഭേദഗതിയിലൂടെ ആദിവാസികളുടെ സ്വത്തോ ഭൂമിയോ വഖഫ് ബോർഡിന് തൊടാൻ കഴിയില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭേദഗതി നിയമത്തിലൂടെ ദരിദ്രരായ മുസ്ലിങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ ലഭിക്കുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. चुनाव जीतने के लिए, तुष्टीकरण की राजनीति के लिए, वोट बैंक की राजनीति के लिए 2013 के आखिर में कांग्रेस ने इतने सालों तक चल रहे वक्फ के कानून में आनन फानन संशोधन कर दिया. वोट बैंक को खुश करने के लिए इस कानून को ऐसा बना दिया कि बाबा साहब आम्बेडकर के संविधान की ऐसी की तैसी संविधान से ऊपर कर दिया. കോഴിക്കോട് വെള്ളിമാടുകുന്നിൽ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന 17-കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കെയർ സെന്ററിൽ കഴിഞ്ഞിരുന്ന കണ്ണൂർ ഇരിട്ടി സ്വദേശിയായ 17-കാരനാണ് മരിച്ചത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് കൈമാറും. ഇന്നലെ വൈകുന്നേരം 6 മണിയോടെയാണ് കുട്ടിയെ ഫാനിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ഉടൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വിചാരണാവേളയിൽ കുട്ടിയെ തൃശൂരിലേക്ക് മാറ്റിയെങ്കിലും കഴിഞ്ഞ 5-നാണ് വീണ്ടും കെയർ ഹോമിൽ എത്തിച്ചത്. മുറിയിൽ ഒറ്റയ്ക്കായിരുന്നു താമസം. ഇന്നലെ 4 മണിവരെ കുട്ടിയെ കണ്ടിരുന്നതായി ജീവനക്കാർ പോലീസിനോട് പറഞ്ഞു. ചേവായൂർ പോലീസ് കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചു. 24 കോഴിക്കോട്. ഉത്തർപ്രദേശിൽ ജാതിവെറി കൊലപാതകം. ദളിത് യുവാവിനെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം കത്തിച്ചു. 7 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. പ്രയാഗ്രാജ് ജില്ലയിലെ ഇസോട്ട ലൊഹാഗ്പൂർ ഗ്രാമത്തിലാണ് ക്രൂരമായ സംഭവം. ദേവിശങ്കർ എന്ന ദളിത് കർഷകനെ രാത്രി വീട്ടിൽ നിന്നും വിളച്ചിറക്കി കൊണ്ടുപോയാണ് കൊലപ്പെടുത്തിയത്. ഗ്രാമവാസിയായ ദിലീപ് സിംഗ് ആണ് വയലിൽ ജോലിയുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടുപോയത്. പിന്നീട് കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തി മൃതദേഹം കത്തിക്കുകയായിരുന്നു. രാവിലെ വയലിൽ കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയ നാട്ടുകാരാണ് വിവരം പോലീസിനെ അറിയിച്ചത്. കൊല്ലപ്പെട്ട ദേവിശങ്കറിന്റെ പിതാവ് അശോക് കുമാറിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു. ഒരു കുടുംബത്തിലെ 6 പേർ ഉൾപ്പെടെ 7 പേർക്കെതിരെ കേസെടുത്തതായി പോലീസ് അറിയിച്ചു. എന്നാൽ ഇതുവരെയും ഒരാളുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. മദ്യപിച്ചുണ്ടായ വാക്തർക്കത്തിന്റെ പേരിലാണ് കൊലപാതകമെന്നാണ് പോലീസിന്റെ വിശദീകരണം. പ്രതികൾ പതിവായി ജാതീയമായി അധിക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യാറുള്ളതായി ബന്ധുക്കൾ ആരോപിച്ചു. 24 ഡൽഹി. ജീവിത ദുരിതങ്ങളോട് പടവെട്ടി തോറ്റ വീട്ടമ്മയ്ക്കും മകൾക്കും ഇനി അടച്ചുറപ്പുള്ള വീട്ടിൽ അന്തിയുറങ്ങാം. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫലിയുടെ ഇടപെടലോടെയാണ് തൃശൂർ വരടിയം സ്വദേശിയായ ജെയ്സമ്മ മാത്യുവിനും മകൾക്കും വിഷുക്കൈ നീട്ടമായി വീടൊരുങ്ങുന്നത്. വീട് നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് ലുലു ഗ്രൂപ്പ് പ്രതിനിധികൾ അറിയിച്ചു.
മേൽക്കൂരയടക്കം തകർന്നു വീഴാറായ നിലയിലാണ് വീടിന്റെ അവസ്ഥ. കാഴ്ചാപരിമിതിയുള്ള ജയ്സമ്മയും മകളും ലോട്ടറി വിറ്റാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ദുരവസ്ഥ ശ്രദ്ധയിൽപ്പെട്ടതോടെ കുടുംബത്തിന് സഹായമെത്തിക്കുമെന്ന് MA യൂസഫ് അലിയുടെ ഉറപ്പ്. ലുലു ഗ്രൂപ്പ് ഇന്ത്യ പ്രോജക്ട് ഡയറക്ടർ ബാബു വർഗീസ്, ലുലു IT സൈബർ പാർക്ക് ഡയറക്ടർ ആൻഡ് CEO അഭിലാഷ് വലിയവളപ്പിൽ, ഇന്ത്യ മീഡിയ ഹെഡ് NB സ്വരാജ് എന്നിവർ ജയ്സമ്മയുടെ വീട് സന്ദർശിച്ച് നിലവിലെ അവസ്ഥ പരിശോധിച്ചു. സ്കൂളിലെ താൽക്കാലിക ജോലിയും ലോട്ടറി കച്ചവടവുമാണ് ജയ്സമ്മയുടെ വരുമാനം. ഉള്ളതെല്ലാം സ്വരുക്കൂട്ടി വീടും വസ്തുവും വാങ്ങിയെങ്കിലും ഇടിഞ്ഞു വീഴാറായ വീട്ടിൽ അന്തിയുറങ്ങാൻ കഴിഞ്ഞില്ല. വാടക വീട്ടിലേക്ക് മാറിയെങ്കിലും 6500 രൂപ ഇവർക്ക് താങ്ങാനായില്ല. ഇതോടെയാണ് ജയ്സമ്മയുടെ കഷ്ടത പുറം ലോകമറിയുന്നത്. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫിനോടുള്ള കടപ്പാടും നന്ദിയും പറഞ്ഞറിയിക്കാൻ കഴിയില്ലെന്നാണ് ജയ്സമ്മയുടെ പ്രതികരണം. പല സ്ഥലങ്ങൾ അന്വേഷിച്ചാണെങ്കിൽ ഈ നമ്പർ കിട്ടാനൊക്കെ ആയിട്ട്, പക്ഷെ എനിക്ക് കിട്ടിയില്ല. അത് എൻ്റെ വിധി. ഇപ്പോഴാണ് യൂസഫ് സാറിന് കാണാനുള്ള ഒരു ഭാഗ്യം, എനിക്കൊരു ഭാഗ്യമുണ്ടായി. അതുകൊണ്ട് സാർ അത് കണ്ടു. സാറിന് നന്ദിയല്ലാണ് എന്താ ഞാൻ പറയുക, കൃത്യം നന്ദിയേ പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. 15 ലക്ഷം രൂപ ചെലവഴിച്ചാണ് വീട് നിർമ്മിക്കുന്നത്. ന്യൂസ് ഡെസ്ക് 24. പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ സ്കൈ ഗോൾഡിന്റെ പുതിയ ശാഖ ഷാർജയിൽ പ്രവർത്തനം തുടങ്ങി. സിനിമാ താരം ഭാവന ഉദ്ഘാടനം ചെയ്തു. സ്കൈ ഗോൾഡിന്റെ 7ാമത് ബ്രാഞ്ചാണ് ഇത്. ഷാർജയിലെ അൽവഹദ സ്ട്രീറ്റിലെ പ്രശസ്തമായ ഗോൾഡ് സെന്ററിലാണ് സ്കൈ ഗോൾഡിന്റെ 7ാമത്തെയും UAE-യിലെ ആദ്യത്തെയും ഷോറൂം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത്. ഉപഭോക്താക്കളിൽ നിന്ന് ഇതുവരെ ലഭിച്ച മികച്ച പിന്തുണയാണ് മുന്നോട്ടുള്ള കുതിപ്പിൽ ഊർജ്ജമെന്ന് സ്കൈ ഗോൾഡ് അധികൃതർ പറഞ്ഞു. 2018 പെരിന്തൽമണ്ണ, അത് കഴിഞ്ഞ് അടുത്ത വർഷം നിലമ്പൂർ, അത് കഴിഞ്ഞ് അടുത്ത വർഷം ഞങ്ങൾ പൊന്നാനി, അങ്ങനെ 4 ഷോറൂം കേരളത്തിൽ ഞങ്ങൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ പിന്നെ സ്റ്റേറ്റ് ഒന്നും മാറാന്നില്ല ലെവലിൽ ഞങ്ങൾ അതർ സ്റ്റേറ്റ് നോക്കിയത് മഹാരാഷ്ട്രയിലാണ്. അങ്ങനെ 6 ബ്രാഞ്ചിൽ ഞങ്ങളുടെ അവിടെ ഇന്ത്യയിൽ 6 ബ്രാഞ്ചായി. പിന്നെ നമ്മൾ നെക്സ്റ്റ് നമ്മളെ ആഗ്രഹം ഔട്ട് ഓഫ് ഇന്ത്യ. അങ്ങനെ നമ്മൾ തിരഞ്ഞെടുത്ത സ്ഥലം UAE ആയിരുന്നു. ഇനി ഏകദേശം അധികം വൈകാതെ UAE-യിൽ തന്നെ ഒരു 10 സ്ഥാപനം ഞങ്ങൾ ഇവിടെ തുടങ്ങണമെന്നുള്ള ആഗ്രഹത്തിലാണ് നിൽക്കുന്നത്. വലിയ സന്തോഷത്തോടെയാണ് ഉദ്ഘാടനത്തിനെത്തിയിരിക്കുന്നതെന്ന് നടി ഭാവന പറഞ്ഞു. ഒരുപാട് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഓഫേഴ്സ് ഉണ്ട് ഇന്നത്തെ ദിവസം. അതിൻ്റെ കൂടാതെ എനിക്ക് തോന്നുന്നു ഭയങ്കര സെലക്റ്റീവായിട്ടാണ് ഇവരുടെ ജ്വല്ലറി പാറ്റേൺസും കാര്യങ്ങളും. പിന്നെ ഡിസൈനർ ജ്വല്ലറി ആണെങ്കിലും അല്ലെങ്കിൽ എല്ലാത്തിനും ഓരോരോ കാറ്റഗറി. അങ്ങനെയാണ് ഞാനിപ്പോൾ ഇത്രയായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇത് അവർ കുറച്ചും കൂടി ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു പുതിയ ഷോറൂമാണിത് അല്ലേ ഇവിടുത്തെ. സോ അതെ, സോ ഇവിടെ ഒരുപാട് കളക്ഷൻസ്. ഞാനും അത് കാണാൻ പോകുന്നേ ഉള്ളൂ, വന്നിട്ട് കണ്ടിട്ടില്ല. ഞാൻ ഇങ്ങോട്ട് പോകുന്നേ ഉള്ളൂ. ഞാനും സ്കൈ ഗോൾഡിൻ്റെ ഒരു ഭാഗമായിരിക്കും ഇനി. അതിലും ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. കാരണം ഞാനും ഒരുപാട് കേട്ടിട്ടുള്ള ഒരു ബ്രാൻഡാണ് സ്കൈ ഗോൾഡൻ ഡയമണ്ട്. സോ അങ്ങനെ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡ് എനിക്കും ഒരു ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ നറുക്കെടുപ്പിലൂടെ 1ാം സമ്മാനം ഡയമണ്ട് നെക്ലേസ്, 2ാം സമ്മാനം ഗോൾഡ് റിംഗ്, 3ാം സമ്മാനം ഗോൾഡ് കോയിൻ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നമ്മൾ സെലക്റ്റീവായിട്ടുള്ള നിരവധി ആഭരണങ്ങൾക്ക് 0% മേക്കിംഗ് ചാർജാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ അതർ ഐറ്റംസുള്ള ഡയമണ്ട്, പ്ലാറ്റിനം, അതുപോലെ പ്രീഷ്യസ് ഉൾപ്പെടെയുള്ള ആഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 60%ഓളം നമ്മൾ ഓഫറും കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഉദ്ഘാടനത്തോടനുബന്ധിച്ചിട്ടുള്ള നറുക്കെടുപ്പിൽ 1ാം സമ്മാനമായി നേടുന്ന വിജയിക്ക് നമ്മളൊരു ഡയമണ്ട് നെക്ലസ് കൊടുക്കുന്നു. അതുപോലെ തന്നെ 2ാം സമ്മാനമായിട്ട് ഒരു ഗോൾഡ് റിംഗാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 3ാം സമ്മാനമായിട്ടൊരു ഗോൾഡ് കോയിനും. ഇത്രയും സമ്മാനങ്ങളൊക്കെ നമ്മൾ ഈ ആഘോഷത്തോടിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചടങ്ങിൽ FMC മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ KP ഹുസൈൻ, മാനേജിംഗ് പാർട്ണർമാരായ റഫീഖ് പാറയിൽ, അരവിന്ദ് സേട്ട്, KP യൂസഫ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ MT സുൽഫിക്കർ അലി, മിഡിൽ ഈസ്റ്റ് റീജിയണൽ ഹെഡ് മുഹമ്മദ് റോഷൻ, മഹാരാഷ്ട്ര റീജിയണൽ ഹെഡ് ആനന്ദ് മാലി തുടങ്ങിയവർ പങ്കെടുത്തു. 24 ദുബായ്. തിരികെ വാർത്താമഴയിലേക്ക്. മലയാളികൾക്ക് ഇന്ന് വിഷുവാണ്. എല്ലാവരും വിഷു സദ്യ കഴിക്കുന്ന തിരക്കിലൊക്കെയാകും. ഉത്തരേന്ത്യയിലെ മലയാളികളും വിഷു ആഘോഷിക്കുന്നു. പ്രതീക്ഷയുടെ പൊൻകണിയൊരുക്കി ഉത്തരേന്ത്യയിലെ മലയാളികളും ഡൽഹിയിലെ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ പ്രത്യേക ദർശനവും കൈനീട്ടവും ഒരുക്കിയിരുന്നു. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും വിഷുക്കണി. കൊന്നപ്പൂവും കണിവെള്ളരിയുമൊക്കെ മലയാളിക്കടകളിൽ നിന്ന് നേരത്തെ തന്നെ വാങ്ങിക്കരുതി. ഡൽഹിയിലെ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ പുലർച്ചെ 4 മണി മുതൽ പ്രത്യേക ദർശനം ഒരുക്കിയിരുന്നു. രാവിലെ വന്നവർക്കൊക്കെ വിഷു കൈനീട്ടമുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്,
ഇവിടെ ഭജനം നടക്കുകയായിരുന്നു. എല്ലാം വെള്ളം ചൂടുണ്ട്, കുറച്ച് വെള്ളം കൊടുക്കുന്നുണ്ട്, എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. ജന്മനാട്ടിൽ നിന്ന് ദൂരെയാണെങ്കിലും പുലർച്ചെ കണികണ്ടുണർന്ന് കൈനീട്ടം സ്വീകരിച്ചും ക്ഷേത്രദർശനം നടത്തിയും ഉത്തരേന്ത്യൻ മലയാളികൾ വിഷു ആഘോഷമാക്കി. ഇവിടെ വന്ന് വിഷുക്കണി കാണുന്ന പോലെ വേറെ എവിടെയും തോന്നില്ല. കണി കണ്ട് തൊഴുതിട്ടാണ് വന്നത് വീട്ടിൽ. പിന്നെ ഇവിടെ നമ്മുടെ ഉത്തരഗുരുവായൂരപ്പൻ ടെമ്പിൾ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരിക്കലും നാട് മിസ് ചെയ്യുന്നില്ല. നല്ലൊരു അന്തരീക്ഷമാണ്, പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു സന്തോഷം. വീട്ടിൽ കണിയൊരുക്കിയും ക്ഷേത്രദർശനം നടത്തിയുമാണ് ഗുജറാത്തിലെ മലയാളികളുടെ ആഘോഷം. നാട്ടിലേതുപോലെ പടക്കം പൊട്ടിച്ചുള്ള ആഘോഷങ്ങളില്ലെങ്കിലും തനിമ ചോരാതെ വിഷു ആഘോഷിക്കുകയാണ് ഉത്തരേന്ത്യയിലെ മലയാളികളും. നാട്ടിലെത്താൻ കഴിഞ്ഞില്ലെങ്കിലും വിഷു കൈനീട്ടവും കൊന്നപ്പൂവും കണിയുമൊന്നും മലയാളികൾക്ക് മറക്കാൻ കഴിയില്ല. വിഷു ആഘോഷത്തിന്റെ നിർവൃതിയിലാണ് ഡൽഹിയിലെ മലയാളികളും. ഡൽഹിയിലെ ഉത്തരഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ നിന്ന് ക്യാമറാമാൻ ആശിഷ് മട്ടുവിനൊപ്പം വിനീത വിജി, 24. ഇനി നോക്കാം ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. സ്വർണ്ണത്തിൽ സ്നേഹത്തിൽ സ്പർശ. സ്വർണ്ണത്തിൽ സ്നേഹത്തിൽ സ്പർശ. കാലാവസ്ഥ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഇതോടെ വാർത്താമഴ അവസാനിക്കുകയാണ്.